അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ അവൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാൽ അർറഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാലൽ അബ്ദു മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും ഫവ്വദ ഇലയ്യ അബ്ദി, എൻ്റെ അടിമ അവൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മേൽ ഇതാ ബരമേൽപ്പിച്ചിരിക്കുന്നു. വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലിയ അബ്ദി മാ ശഅൽ, എൻ്റെ അടിമ അവൻ ചോദിക്കുന്നത് എന്താണ് അത് അവനുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിൻ അവൻ ഇത് മനസ്സിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ നിസ്കാരത്തിൻ്റെ അവസ്ഥ. തൻ്റെ റബ്ബ് അവനെ അബ്ദി 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 എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അടിമ എന്നവൻ അവനോട് പറയാൻ അള്ളാഹു പറയാൻ. അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് നിന്നാൽ തൻ്റെ റബ്ബ് അവനോട് തിരിച്ച് ഈ മറുപടി പറയുന്നുണ്ട് എന്നതുപോലെ, അത് കേൾക്കുന്നത് പോലെ അവൻ നിസ്കാരത്തിലെ ആയത്തുകൾക്കിടയിൽ സമയം കുറച്ചു വിടുക എന്നത് അവന് യോജിച്ചതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിർത്തുക, അർറഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ഓതിയിരുന്നത്. അവിടുന്ന് കൂട്ടിയിട്ടായിരുന്നില്ല ഓതുന്നത്, നിസ്കാരത്തിൽ നിർത്തിയിട്ടായിരുന്നു ഓതിയിരുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായുള്ള സംസാരമാണ് നടക്കുന്നത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഞാൻ സാന്ദർഭികമായി പറയട്ടെ, നിസ്കാരം നിന്നെ തൗഹീദ് പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ ഇബാദത്താണ്. നിസ്കാരം അല്ലാഹു അക്ബർ എന്ന് നീ പറഞ്ഞു തുടങ്ങിയാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് നിസ്കാരം നീ അവസാനിപ്പിക്കുന്നത് വരെ ഏത് നബിയാണ് നീ വിളിച്ചത്, ഏത് ഔലിയാക്കളോടാണ് തേടിയത്, ഏത് അമ്പിയാക്കന്മാരോടാണ് സഹായം ചോദിച്ചത്? റബ്ബനാ അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ. അല്ലാഹുവിനെയാണ് നീ മുഴുവൻ വിളിച്ചത്, അള്ളാഹുവിനോടാണ് നീ മുഴുവൻ സംസാരിച്ചത്. എന്നിട്ട് ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നീ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തോട് ചോദിക്കുന്നത്? എങ്ങനെയാണ് നിനക്ക് ചെയ്യാൻ സാധിക്കുക? അയാൾക്ക് നിസ്കാരം മനസ്സിലായാൽ എങ്ങനെയാണ് അയാൾ അള്ളാഹു അല്ലാത്തോട് ചോദിക്കുന്നത്? എവിടെ ഇതിൽ നബിമാരുടെ ഹക്ക് ജാഹ് ബർക്കത്തോടുള്ള ചോദ്യം? എവിടെ ഇതിൽ റസൂലുകളോടുള്ള ഇസ്തിഗാസ? എവിടെ ഇതിൽ ഔലിയാക്കന്മാരോടുള്ള ഇസ്തിആനത്ത്? എവിടെ ഇതിൽ സാലിഹീങ്ങളോടുള്ള സഹായതേട്ടം? അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടാണ് നീ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോടാണ് പ്രാർത്ഥനകൾ മുഴുവൻ. അത്തഹിയാതു ലില്ലാഹ്, അല്ലേ? അവിടെ നിന്ന് നോക്കൂ നിങ്ങൾ, ഏത് പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ആളുകൾ പറയും അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നില്ലേ? എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക അയ്യുഹൻ നബി നബിനോട് ചോദിച്ചതാണോ? അല്ല, നബിക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള ചോദ്യമല്ലേ അത്? റസൂലുള്ളാഹിനോട് ചോദിച്ചാണോ? അല്ല, അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നിസ്കാരം തുടങ്ങിയത് മുതൽ അവസാനം വരെ അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പോഴൊന്നും അവന്റെ ഹൃദയത്തിൽ ഇതൊക്കെ അള്ളാഹിനോടാണല്ലോ എന്ന ചിന്ത വന്നില്ല. ഒരു അയ്യുഹൻ നബി എന്ന വാക്കത് റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയോ ചോദ്യമോ സഹായതേട്ടമോ അല്ല. എന്നിട്ട് അതൊന്ന് കണ്ടപ്പോൾ ഈ കണ്ട തൗഹീദ് മുഴുവൻ ഉപേക്ഷിക്കാൻ അവന് മതിയായ തെളിവായി. എന്തൊരു വിരോധാഭാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഇദാ ദുകിറല്ലാഹു വഹ്ദഹു അശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂൻ, അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം ദേഷ്യം കൊണ്ട് ഇങ്ങനെ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.